ഹായ് ഹലോ നമസ്കാരം ഗൈസ്. കുറേ ദിവസമായി നമ്മൾ സംസാരിച്ചിട്ട്. ഞാൻ ഇവിടെ സംസാരിക്കാൻ വരുന്ന കാര്യങ്ങൾ എത്ര ആൾക്കാർക്ക് ഡൈജസ്റ്റ് ആവും എന്നറിയില്ല. ഹാർഡ് കോർ മതവിശ്വാസികൾ കൈൻഡ്ലി സ്റ്റേ അവേ ഫ്രം ദിസ് വീഡിയോ. വൈ ബിക്കോസ് അവരെ തിരുത്താനല്ല ഞാൻ വന്നിരിക്കുന്നത്, പക്ഷെ അവരോടൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. കഴിഞ്ഞ ദിവസം വളരെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ സൈഡിൽ കാണിക്കുന്നത്. അതായത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന സമയത്ത് ഫോറിനറായ ഒരു ലേഡിക്ക് ഉണ്ടായ ഒരു സംഭവം. ആക്ച്വലി ഇവിടെ അവര് ഒരു ഫോറിനർ ആണ്. അപ്പൊ ഫോറിനറിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പലർക്കും അറിയാം. എന്നാൽ കൂടി ഞാൻ ഇവിടെ പറയാണ്. അവര് ഹാർഡ്ലി അവരുടെ പേജസ് നോക്കിയാൽ അറിയാം, അവര് റിലീജിയസ് ആയിട്ടുള്ള ഭയങ്കര സംഭവങ്ങളിൽ ലൈക്ക് കാര്യങ്ങൾ അന്വേഷിച്ച് അതിന്റെ ആ ഒരു കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. അവരുടെ പ്രൊഫൈലിൽ ഫുൾ അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടും പഠിക്കാനായിട്ട് തന്നെയാണ് ആ ലേഡി റെഡ് സാരി സംഭവങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ അവരുടെ മൈൻഡിൽ ഓൾറെഡി സ്റ്റക്കാണ് ഓക്കെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രാവൽ ചെയ്യുന്നത് അവിടുത്തെ സ്ഥലങ്ങൾ അറിയാനും ആ സ്ഥലങ്ങളുടെ ബിഹൈൻഡ് ദ സ്റ്റോറി അറിയാനും ഒക്കെയാണ്. എന്നാൽ ഒരു ആസ് എ ഫുഡി ഒരു സ്ഥലത്തേക്ക് പോകുന്നപ്പോൾ, ഉദാഹരണത്തിന് കാലിക്കറ്റ് അല്ലെങ്കിൽ തലശ്ശേരി അല്ലെങ്കിൽ ഈവൻ കൊച്ചി, ഫോർട്ട് കൊച്ചി സംഭവങ്ങളൊക്കെ, അപ്പോൾ അവിടുത്തെ മെയിൻ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, എന്താണ് അതിന്റെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ അറിയാനാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ്. ബിഫോർ അവിടെ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇതിനെ പറ്റിയിട്ടൊന്ന് പ്രിപ്പയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ വന്നിട്ട് ആ ലേഡിക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരിക്കുന്നത്. പലരും മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു, ദേവി കയറിയതാണ്, അമ്മ കയറിയതാണ് എന്നുള്ള സംഭവം. അപ്പോ ഞാന് എന്താ പറയാ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വാസികളെ ചോദ്യം ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷേ ചില അന്ധം വിശ്വാസങ്ങളെ പറ്റി സംസാരിക്കാൻ ഞാൻ ഇവിടെ ഫോഴ്സ്ഫുൾ ആവുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, വളരെയധികം കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര ബ്ലൈൻഡ് ബിലീവ് ആയിട്ടുള്ള ആളുകള് വരും തലമുറകൾക്കും കൂടി കുറച്ചും കൂടി ഒരു പോയിസൺ ആവുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. വേറെ ഒന്നുമല്ല, ഓപ്പൺ ആയിട്ട് മതത്തിനെ വിൽക്കുക, ദൈവത്തിനെ വിൽക്കുക, വിശ്വാസങ്ങളെ വിൽക്കുക. അപ്പോൾ വിശ്വാസികൾ എന്തിനാണ് വിശ്വാസമില്ലാത്തവരെ വെല്ലുവിളിക്കുന്നത്? വ്യത്യസ്തമായിട്ടുള്ള ഒരാളെ, ഹാർഡ് കോർ ബിലീവർ ആയ ഒരു വ്യക്തി എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? എന്തിനാണ് അടിച്ച് ആക്ഷേപിച്ച് അല്ലെങ്കിൽ അടിച്ചമർത്തി സംസാരിക്കുന്നത്? വിശ്വാസം എന്താണോ അവരുടെ വിശ്വാസം നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ഒരു കോമൺ ഫാക്ടർ ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അവരുടെ വിശ്വാസം ഇല്ലായ്മയെ ചോദ്യം ചെയ്യുകയും അവരെ ഒന്നിനും കൊള്ളാത്തൊരു വ്യക്തിയായിട്ട് പിക്ചറൈസ് ചെയ്യാൻ ആവശ്യമില്ല. ഈ ലോകം നിൽക്കുമ്പോൾ സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരേ ഫാക്ട് തന്നെയാണ്. ഇപ്പോ പലരും ചോദിക്കുന്നുണ്ട്, കൊടുങ്ങല്ലൂർ അമ്മ, അതായത് കൊടുങ്ങല്ലൂർ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത് പുറത്തുനിന്ന് വന്ന ഒരു വ്യക്തി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ അതിൽ സത്യമില്ലേ? ഇപ്പൊ പോയി ഒന്ന് ചോദിച്ചു നോക്കി, ഇപ്പൊ ആ വ്യക്തിയോട് പോയി എന്തെങ്കിലും ഒന്ന് ചൊറിഞ്ഞു നോക്ക്, കിട്ടുന്നത് കാണാം. അമ്മയെ ശരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, ഒരു ചെറിയ സംശയമാണ് ചോദിക്കാനുള്ളത്. ഇപ്പോ നമ്മള് DJ പാർട്ടിക്ക് പോകുന്നു. DJ പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ പോയിട്ട് നമ്മൾക്ക് ഇഷ്ടം വരുമ്പോൾ ആ ഒരു വൈബിലോട്ട് നമ്മൾ ഹെഡ് ബാങ് ചെയ്യാറുണ്ട്, മൂവ് ചെയ്യാറുണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ ചെണ്ടമേളം കേൾക്കാൻ പോകുമ്പോൾ ആ ഒരു ക്രൗഡിൽ, ആ ഒരു എനർജിയിൽ, ആ ഒരു ഫോമിൽ ഉണ്ടാവുന്നതിൽ നമ്മൾ ഒരു കൈൻഡ് ഓഫ് ട്രാൻസ്വേർഷനിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. അതേപോലെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ഒരു ക്രൗഡ്, അതേപോലെ അവിടെ ഫുള്ള് നടക്കുന്നത് എന്താണ്, ഈ ഒരു ഫിസിക്കലി മെന്റലി ഹേർട്ട് ആവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും എനിക്ക് മതപരമായിട്ട് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഉദാഹരണം, നാക്കിൽ ശൂലം കയറ്റുക, മുതുകിൽ ശൂലം കയറ്റുക, ഇതിങ്ങനെ അടിച്ചിതാക്കുക, അതേപോലെ ലൈക്ക് ചാട്ട വെച്ചിട്ട് മേത്തടിക്കുക. ദെൻ വേറൊരു പുള്ളി ഒരു കമന്റ് ബോക്സിൽ ചോദിക്കണ്ടായിരുന്നു, ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ടുള്ള ആണി എടുത്തുകൊണ്ട് വെക്കാമോ? എന്തിനാണ് ഇങ്ങനെ കൈൻഡ് ഓഫ് വെല്ലുവിളിക്കുന്നത്? ഇവിടെ ഇപ്പോ വിശ്വാസം വിശ്വസിച്ച് ആ വഴിക്ക് പോയിക്കോട്ടെ, പക്ഷെ അത് എടുത്തിട്ട് സൊസൈറ്റിയിലോട്ട് ഇട്ടിട്ട് അതിനെ ഒരു കളർഫുൾ ആയിട്ട് ഒരു ബിസിനസ് പർപ്പസ് ആയിട്ട് മാറ്റുന്ന ഒരു കാര്യമില്ല. ഇറ്റ്സ് എ പ്യോർ വേർഷൻ ഓഫ് ട്രാൻസ്. കാരണം അവിടെ ഉള്ള ഒരു ചന്ദനത്തിരിയുടെ സ്മെല്ല്, അവിടെ ഉള്ള ഒരു സൗണ്ട്, അവിടെ ഉള്ള ഒരു ആംബിയൻസ് സംഭവങ്ങൾ, ഈ സ്ത്രീ പിന്നെ ഇതിനായിട്ട് പഠിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളും ഈ ഒരു പുറകിൽ നടക്കുന്ന ഇവർക്ക് സംഭവിച്ച ഒരു കാര്യത്തില്
ഒരു പ്യുവർലി ഒരു സയൻസ് വേർഷൻ ഉണ്ട്, ഒരു ട്രാൻസ് വേർഷൻ ഉണ്ട്. അപ്പോൾ ഞാനും ഇവിടെ പലരോടും സംസാരിച്ചപ്പോൾ പല ആൾക്കാർക്കും അത് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതായത് അതങ്ങനെ സംഭവിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയും സംഭവിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരും തലമുറയ്ക്കും കൂടി കുറച്ചും കൂടി വിഷമാണ് വെച്ചു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സയൻസ് രീതിയിലും ഒക്കെ നമ്മൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ വേറൊരു ഡാർക്ക് വേർഷനാണ് ഉണ്ടാവുന്നത്. ഇത് റിലേറ്റഡ് ആയിട്ട് ഇതേ വീഡിയോയിൽ പോലെ തന്നെ വേറൊരു വേർഷൻ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. വിശ്വാസികൾ വിശ്വസിച്ചോളൂ, വിശ്വാസമില്ലാത്തവരെ ചോദ്യം ചെയ്യാനും വെല്ലുവിളിക്കാതെ ഇരിക്കുക. അതേപോലെ തന്നെ ലൈക്ക് ഓവർ ബ്ലൈൻഡ് ആയിട്ടുള്ള ബിലീവിങ് കാരണം പല പ്രശ്നങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അത് ഇവിടെയും പല ഇടങ്ങളിലും നടക്കുന്നുണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും അന്തം ഡാർക്ക് അവസ്ഥയാണോ എന്ന് തോന്നും. അപ്പോ നമുക്ക് ഞാൻ ഈ പറഞ്ഞ മാതിരി ട്രാൻസ് അവസ്ഥ അത് നമുക്കൊന്ന് കേൾക്കാം. എന്താണ് എക്സാക്ട് നടക്കുന്നതെന്ന്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, എടുക്കേണ്ടവർക്ക് എടുക്കാം, എടുക്കേണ്ടാത്തവർക്ക് എടുക്കണ്ട. വിശ്വാസികൾ വന്നിട്ട് എന്റെ തന്തയ്ക്ക് നല്ലൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നോ വെറീസ്, ഞാനും തിരിച്ചു വിളിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രാക്ടിക്കലി ലോജിക്കലി ആയിട്ടുള്ള സംഭവമാണ് സംസാരിക്കുന്നത്. അത് അങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് അടിച്ചേൽപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു വശവും കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന എവിടെയാണോ അവിടെ തന്നെ ഇരുന്നോ. കൊടുങ്ങല്ലൂർ ഭരണ സമയത്ത് ശരിക്കും ഈ വിദേശ വനിതയുടെ ശരീരത്ത് ദേവി കയറിയതാണോ, ദേവി പ്രസാദിച്ചതാണോ, അതോ ഇവർ ഫേക്ക് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് ജസ്റ്റ് ഈ വീഡിയോ വഴി അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇവർക്ക് അനുഭവിച്ചേക്കുന്ന ഈ ഒരു ബോഡി ഫിനോമിനൻ യഥാർത്ഥത്തിൽ നടന്നതാണ്, അവർ ഫേക്ക് ചെയ്തതല്ല. ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാർക്കും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ട്രാൻസ് സ്റ്റേറ്റിലോട്ട് പോകാറുണ്ട്. നമ്മൾ അതിനെ കാണുമ്പം ദൈവികമായിട്ടുള്ള അനുഗ്രഹം ആ വ്യക്തിക്ക് കിട്ടി എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ അതിന്റെ പുറകിൽ ഒരു സയൻസ് ഉണ്ട്. അതിന് കാരണം മെയിൻ ആയിട്ട് ഈ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുമ്പോൾ ഒരു സെൻസറി ഓവർലോഡാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. അതായത് നല്ല രീതിയിൽ അവിടെ ചെണ്ടമേളമുണ്ട്, ക്രൗഡിന്റെ ശബ്ദമുണ്ട്, നല്ല ചൂടുണ്ട്. അതിനോടൊപ്പം തന്നെ ആൾക്കാർ ഇങ്ങനെ ചാൻഡ് ചെയ്യുവാണ് മന്ത്രാസ്, അമ്മേ നാരായണ, ദേവി നാരായണ എന്നുള്ള മന്ത്രാസ് ഒക്കെ ചാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽ, ഓക്സിജൻ ലെവൽ അതിനകത്തൊക്കെ നേരിയ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു വെന്റിലേഷൻ കുറവായിരിക്കും ഇത്രയും ക്രൗഡ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത്. അപ്പൊ ആ എയർ ഫ്ലോയിലും ഡിഫറൻസ് ഉണ്ട്. അതുകൂടാതെ ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുമ്പോൾ പല ആൾക്കാരും ടയേർഡ് ആയിരിക്കും. പിന്നെ ചില ആൾക്കാരെ ഫുഡ് കഴിക്കാതെ, ഒരിക്കൽ എന്നൊക്കെ പറയും, ചില സമയത്ത് വ്രതം എടുത്തിട്ട് ഒരു നേരത്തെ ഭക്ഷണമോ അല്ലെങ്കിൽ 2 ദിവസത്തെ ഭക്ഷണമൊക്കെ കഴിക്കാതെ വന്ന് ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. മാത്രമല്ല പല ആൾക്കാരും തലേദിവസം നന്നായിട്ട് സ്ലീപ്പ് ചെയ്യണമെന്നില്ല. അതിന്റെ കൂടെ ഏറ്റവും വലിയ വൈറസ് ആയിട്ടുള്ള ഭക്തി ഇവരുടെ തലയ്ക്കകത്തുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ പ്ലസ് ഭക്തിയും കൂടെ വരുമ്പം നമ്മുടെ ബ്രെയിനിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ടോപ്പ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഒരുപാട് കൂടുതലായിരിക്കും. പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമുക്ക് റാഷണൽ ആയിട്ട്, യുക്തിപരമായിട്ട് നമ്മളെ പല ഡിസിഷൻസ് എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ഒരു അവസരത്തിൽ ആ പേഴ്സന്റെ, ആ വ്യക്തിയുടെ സെൻസ് ഓട്ടോമാറ്റിക്കലി നഷ്ടപ്പെടും. ഫേക്ക് ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി അവർക്ക് ഈ പറഞ്ഞ റീസൺസ് കാരണം നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനോടൊപ്പം തന്നെ ഈ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, ഇങ്ങനെ വെളിച്ചപ്പാട് പോലെ തുള്ളുന്ന സമയത്തും അല്ലെങ്കിൽ ഭയങ്കര അഗ്രസീവായിട്ട് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്ന ടൈമിൽ എൻഡോർഫിൻസും അതുപോലെ ഡോപ്പമിനും അങ്ങനെ 2 കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തിൽ റിലീസ് ആകുന്ന ടൈമിൽ നമുക്ക് പെയിൻ എന്താണ്, നമുക്ക് വേദന എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറും. ഇതെല്ലാം കൂടെ ചേരുമ്പം ഒരാൾക്ക് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് അവനവന്റെ ആ സ്വബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെ തുള്ളാൻ തുടങ്ങും. ഇനി ഒരാൾ തുള്ളുന്നത് കണ്ടു കഴിയുമ്പം തൊട്ടടുത്തുള്ള ആൾക്കാരിലോട്ട് ഇതിങ്ങനെ പടരും. അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മിറർ ന്യൂറോൺസ് ആണ് അതിന്റെ പുറകിലെ ഒരു ബേസിക് ആയിട്ടുള്ള റീസൺ. നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വായിക്കോട്ടെ വിടുന്ന സമയത്ത്, യാൻ ചെയ്യുന്ന സമയത്ത് ഒരാൾ ക്ലാസ് റൂമിന്റെ ഒരറ്റത്തിരുന്ന് ഇങ്ങനെ യാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും അത് കാണുന്ന സമയത്ത് അത് ചെയ്യാനായിട്ട് തോന്നില്ലേ? അത് ഈ മിറർ ന്യൂറോൺസിന്റെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇതേപോലെ തന്നെ ഒരാൾ ഒരു ട്രാൻസ് സ്റ്റേറ്റിലോട്ട് പോയി ഇങ്ങനെ തുള്ളുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ മിറർ ന്യൂറോൺസ് അതിനെ കോപ്പി ചെയ്ത് നമ്മളും അങ്ങനെ കിടന്ന് ആ ഒരു സ്റ്റേജിലോട്ട് മാറാനായിട്ടുള്ള പ്രോബബിലിറ്റി വീണ്ടും കൂടും. സോ ഇത്രയും റീസൺ കൊണ്ടാണ്. കേട്ടല്ലോ, ഐ ആം ഡാം ഷുവർ ഇത് ഈ പറഞ്ഞ പോലെ വൈറസ് ഭക്തി കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഈ സംഭവം ഒന്നും കലങ്ങിയിട്ടുണ്ടാവില്ല. ഇത് കാണുമ്പോൾ തന്നെ എന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ തെറി പറയുന്നുണ്ടാവുക. പക്ഷെ ഗൈസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അറ്റ്ലീസ്റ്റ് വരും ഇപ്പോൾ ഉള്ള ഈ തലമുറയിലുള്ള ആളുകളെങ്കിലും ഫാമിലി വൈസ് ആണെങ്കിലും ഓർത്തഡോക്സ് ആയിട്ടും ട്രഡീഷണൽ വൈസ് ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി അമ്പലത്തിൽ പോകണം, പള്ളി പോകണം, അങ്ങനെ പല പല രീതിയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയവരൊക്കെ ഉണ്ടാവും. പക്ഷെ അണ്ടർസ്റ്റാൻഡ്, ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടും ഡോപ്പമൈൻ അങ്ങനെ പല സംഭവങ്ങളായിട്ട് പല കാര്യങ്ങളായിട്ടും നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നിങ്ങൾ വിശ്വാസികളെ തിരുത്താൻ നിൽക്കണ്ട. ബിക്കോസ് ഹാർഡ് കോർ വൈറസ് ഭക്തിയുള്ള ആളുകളെ ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇനി ഇത് ദുരന്തം വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടപ്പോഴാണ് ഞാൻ സംസാരിക്കാൻ ഭയങ്കര ഫോഴ്സ്ഫുൾ ആയത്. ഓക്കെ, ഇതിലും ഒരു കൈൻഡ് ഓഫ് ഫിസിക്സ് ഉണ്ട്. എൻ്റെ ഒരു ചെറിയ നോളജ് വെച്ചിട്ടാണ് ഞാനത് എല്ലാവരോടും ക്ലിയർ ചെയ്തപ്പോൾ യെസ് അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത്. ഗ്യാസ് ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ.
ഗ്യാസിന്റെ പ്രശ്നം ഒരുപാടുണ്ട്. പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത്, ബിസിനസ് ആക്കാൻ നോക്കുക, ആളുകളിലോട്ട് യുനോ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് വിശ്വാസത്തിന് അടിച്ചേൽപ്പിക്കാൻ നോക്കുക. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ മനുഷ്യന്മാർ പല സിറ്റുവേഷനിലും കൂടെ പല രീതിയിലും പോകുമ്പോൾ ദേ ആർ ഫോഴ്സ്ഫുള്ളി ടു അഡിക്റ്റഡ്, ലൈക്ക് പൈസ കൊടുത്തിട്ടാണെങ്കിലും രക്ഷപ്പെടാനുള്ള ഓട്ടപ്പാച്ചിലാണ് പലരും. പക്ഷെ ഒരു ഒരു വിശ്വാസം ഓക്കെ നല്ലതാണ്, പക്ഷേ അവനവനിൽ ആദ്യം വിശ്വസിക്കുക, അവനവന്റെ കർമ്മത്തിൽ ആദ്യം വിശ്വസിക്കുക. യെസ്, എന്താ പറയാ, എല്ലാ ആക്ഷൻസിനും ഓപ്പോസിറ്റ് ആൻഡ് റിയാക്ഷൻസ് ഉണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതൊക്കെ ഭയങ്കര ഓവറാട്ടോ. ഒന്ന് കേട്ടു നോക്കിക്കേ. ഗ്യാസ് ഇല്ല എന്ന് പറയുമ്പോൾ ഗ്യാസ് പോലും ഇല്ലാതെ പുല്ലുകണ്ടം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നിവേദ്യം തയ്യാറാകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതാ കിടക്കുന്നു, ഗ്യാസിന്റെ റെഗുലേറ്റർ ഊരിയിട്ടിരിക്കുന്നു, ഗ്യാസ് കുറ്റി ഇവിടെ വെച്ചിരിക്കുന്നു. ഇതാ ഈ പൈപ്പാണ് പോകുന്നത്. ഇങ്ങനെ ഒരു സംഭവത്തിൽ അതാ നിവേദ്യം ഭംഗിയായി തയ്യാറാകുന്നതാണ് കാണുന്നത്. ഭഗവാനെ അയ്യപ്പ, ഇതെന്തോ ഒരു മഹാത്ഭുതം. അതിനകത്ത് എത്രയൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ 37 സെക്കൻഡായി വീഡിയോ തുടങ്ങിയിട്ട്. ഇതിക്ക് മുമ്പ് കുറേ നേരം വീഡിയോ എടുത്തിരുന്നു. ഈ വീഡിയോയിൽ ഇത്രയും സമയം ഇത് നിർത്താതെ കത്തണമെന്നുണ്ടെങ്കിൽ അതിനെ അത്ഭുതമെന്നോ അല്ലെങ്കിൽ എന്താണ് വിളിക്കേണ്ടത് അറിയില്ല. വിവരമില്ലായ്മ എന്ന് വിളിക്കും ഞാൻ. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കുട്ടി കുട്ടി ഹോട്ടൽസും തട്ടുകടകളും ഇവിടെ ഗ്യാസ് ഇല്ലാതെ പൂട്ടിപ്പോയിട്ടുണ്ട്. അയ്യപ്പൻ എന്താ അവരെ കാണുന്നില്ലേ? എന്താ അയ്യപ്പൻ അവിടെ ഗ്യാസ് കൊടുക്കാത്ത? എന്താ 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 കൊടുക്കാത്ത? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്യുവർലി ഒരു ഫിക്സിസ് ആണ് ഇത്. പുള്ളി വീഡിയോ എടുത്തു വെച്ചിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ഇത്. എത്ര നേരം വീഡിയോ എടുത്തു? ഈവൻ ഞാൻ ഇവിടെ ആ ഒരു കണക്ഷൻ മാറ്റുമ്പോൾ ലൈനിൽ നിൽക്കുന്ന ഗ്യാസ് കത്തും. ഇത് 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 എനിക്ക് ഞാൻ വിശ്വസിക്കില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിപ്പോ ഇവർ പറയുന്നത് എല്ലാം എടുത്തു മാറ്റി നിവേദ്യ സമയത്ത് അയ്യപ്പന് വേണ്ടിയിട്ട് ഗ്യാസ് കത്തി എന്നാണ് പറയുന്നത്. ഗ്യാസ് ഇല്ലാത്ത സിറ്റുവേഷനിലും കത്തി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് യുദ്ധം കാരണം എത്രയോ ആൾക്കാർ എത്രയോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഗ്യാസ് ഇല്ലാതെ എത്രയോ ആൾക്കാരുടെ അന്നം മുട്ടിയിട്ടുണ്ട്, ഹോട്ടൽ പൂട്ടിയിട്ടുണ്ട്, പൈസ ഇല്ലാതെ ജോലി ഇല്ലാതെ മേപ്പോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇതൊന്നും അയ്യപ്പൻ കാണുന്നില്ലേ? അയ്യപ്പന്റെ അമ്പലത്തിൽ അയ്യപ്പന്റെ നിവേദ്യം കിട്ടാത്തതിന്റെ കാര്യം മാത്രമേ അയ്യപ്പൻ കാണുന്നുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ഇന്നത് പറയുന്നുണ്ട്. എത്തിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി പലതും പറയുന്നുള്ളത്. എത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, ബോധം ബുദ്ധിയും വിവരമുള്ള ആൾക്കാരാണ് പറയുന്നത്. എന്ത് മണ്ടത്തരാണ് ഇതിനകത്ത് ഇയാൾ പറഞ്ഞ് പടച്ചു വിട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ വിശ്വാസം ഉള്ളവർ കുറെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വിശ്വാസമില്ലാതെ ഫിസിക്സ് മനസ്സിലാക്കുന്ന കുറെ ആൾക്കാരും പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തിനാണ് ഈ സാധനത്തിനെ വെതറി ഒരു വൃത്തികെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അന്തം രീതിയിലുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. എന്നിട്ട് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതന്നെ ഞങ്ങളും പറയണം. ഞങ്ങൾ പ്രാക്ടിക്കലി സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ അതിനെ ഇങ്ങനെ ഒരു വെല്ലുവിളിക്കുന്ന രീതിയിലോട്ട് ശുദ്ധ മണ്ടത്തരം വിളിച്ചു പറയുമ്പോൾ ലെവലേശം ബുദ്ധിയും ബോധവും വെളിവും ഇല്ല എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ പടച്ചു വിടുന്നത്. ഇവിടെ മാത്രം ഇങ്ങനെ കത്തുന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സഹായിക്കേണ്ട ആൾക്കാർ, എല്ലാവരും അവരുടെ മുന്നിൽ പോയിട്ട് തൊഴുത്ത് നിന്നിട്ട് കാണിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നില്ല. അപ്പൊ ലോകത്തിന് മുഴുവനും രക്ഷിക്കാതെ അവിടെ എവിടെയും ഗ്യാസ് കൊടുക്കാതെ ഇവിടെ ഒരു പാർട്ടിക്കുലർ അമ്പലത്തിൽ മാത്രം ഗ്യാസ് കൊടുക്കുന്നത് എന്താണ് അങ്ങനെ കത്തുന്നത്? അല്ല, അതിൽ നിൽക്കുന്ന ഒരു സംഭവം കുറച്ചു നേരം കത്തുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ ഫിസിക്സ് വർക്ക് ആവുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങളെ പടച്ചു വിട്ടിട്ട് വേറൊരു രീതിയിലോട്ട് വരും തലമുറയ്ക്കും ഭയങ്കര ഹാംഫുൾ ആവുന്ന രീതിയിൽ കൊണ്ടുപോകാതെ വിശ്വസിച്ചോളൂ, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. അതും കൂടി നിങ്ങൾ കുറച്ച് ചിന്തിക്കാൻ നോക്കിയാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അറ്റാക്കി മടക്കി നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോ, നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചു പോയിക്കോ. വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഹൂവർ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യാൻ പഠിക്കുക. തനിക്ക് വിശ്വാസമില്ല, വേണ്ട, എനിക്ക് വിശ്വാസം ഉണ്ട്, ഓക്കെ, മിണ്ടാണ്ടിരുന്നിട്ട് നിങ്ങളുടെ കാര്യം നോക്കി പോയിക്കോ. അതിനെ ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിലും ഒക്കെ സംസാരിച്ച് വരുമ്പോഴാണ് ഇതിനകത്തേക്ക് ഒരു ഹിഡൻ ഇൻഫ്ലുവൻസ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. നിനക്ക് ജോലിയില്ലേ, ആ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് നേരം ഒറ്റക്കാലിൽ നിന്നാൽ മതി. നിനക്ക് പൈസ ഇല്ലേ, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു കടം തീരാനായിട്ട് കുരുമുളക് എടുത്ത് എറിഞ്ഞാൽ മതി എന്ന്. അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇല്ലാത്ത പൈസക്ക് വാങ്ങിച്ചോണ്ട് വന്ന കുരുമുളക് ചവിട്ടിയിട്ട് ഇപ്പൊ നടക്കാൻ വയ്യ വീട്ടില്. ഇതേപോലെ പയ്യപ്പൻ അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ സംഭവം. അതേപോലെ കൊടുങ്ങല്ലമ്മയുടെ കാര്യം പറഞ്ഞാൽ ദേവി അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ സംഭവം. ഈ പ്രാക്ടിക്കൽ ഡ്യൂട്ട്സ് അത് നിങ്ങളോടല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴും എവിടെയും എത്താത്ത, ഇല്ലത്തൊന്ന് പോരുകയും ചെയ്തു ഇപ്പുറത്ത് എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകളോടാണ് പറയുന്നത്. മതത്തിനെ വിൽക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കരി പുരണ്ട ഒരു വൈറസ് ഭക്തിയിലേക്ക് അത് സ്പ്രെഡ് ചെയ്യാനോ നോക്കാതിരിക്കുക. ഇപ്പൊ കൊറോണ ആണെങ്കിലും ചിക്കൻ ബോക്സ് ആണെങ്കിലും എന്തോ ആയിക്കോട്ടെ, അതിനൊക്കെ ഒരു മെഡിസിൻ ഉണ്ട്. ഈ സംഭവത്തിന് മാത്രം മെഡിസിൻ ഇല്ല. അപ്പൊ ഇതിനകത്തേക്ക് വീഴാതിരിക്കുക. വരും തലമുറകളോടാണ് ഞാൻ പറയുന്നത്, പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുക, മൈൻഡ് യുവർ ഓൺ തിങ്സ്. നിങ്ങളുടേതായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് ചെയ്തു പോവുക. അല്ലാതെ ഒരു ആളും വന്ന് ഒന്നും ചെയ്തു തരാൻ പോകുന്നില്ല. ഗുഡ് വൈബ്സ്.